നമസ്കാരം. ഈ കഥകളിയിൽ പുറപ്പാട്, തോടയം ഇങ്ങനെ രണ്ട് പ്രധാനമുള്ള അല്ലെങ്കിൽ അരങ്ങത്ത് ഇന്നിപ്പോൾ പ്രചാരം കൂടുതലായിട്ട് ഈ തോടയത്തിനും പുറപ്പാടിനൊന്നും കാണുന്നില്ല. സാധാരണ തോടയവും പുറപ്പാടിനും ഉള്ള പ്രാധാന്യം എന്താണ്? പുറപ്പാട് അവതരിപ്പിക്കുന്നത് എന്തിനാണ്? തോടയം എന്താണ് എന്നൊന്ന്. തോടയം ഈശ്വരസ്തുതിയായിട്ടാണ് പറഞ്ഞ് വരാറുള്ളത്. അതിലത്തെ പദങ്ങളും അങ്ങനെയാണ്. പിന്നെ കഥകളിയിൽ വരുന്ന മിക്കവാറും എല്ലാവിധ നൃത്തരൂപങ്ങളും തോടയത്തിൽ വരുന്നുണ്ട്. ഈശ്വരസ്തുതിയും ചലനങ്ങളും തോടയത്തിൽ വരുന്നുണ്ട്. തോടയം എടുത്തു കഴിഞ്ഞാൽ മറ്റ് പദങ്ങളിലേക്ക് കടക്കാൻ വളരെ എളുപ്പമായി വിദ്യാർത്ഥിക്ക്. കൂടുതലും ഈ നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തോടയം. എന്നാൽ മറ്റ് ചലനങ്ങളും വരുന്നുണ്ട്. കഥകളിക്ക് ആവശ്യം വരുന്ന മറ്റു ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രസത്തിനധികം പ്രാധാന്യം, ഭാവത്തിനോ രസത്തിനോ ഒന്നും തീരെ പ്രാധാന്യം. ഈ ചവിട്ടിന്റെ വായ്ത്താരി പറഞ്ഞുകൊണ്ടാണ് എടുക്കാറ് കുട്ടികള്. പുറപ്പാടാണെങ്കിൽ ആ കഥാപാത്രത്തിന്റെ അവതരണമാണ് ഉദ്ദേശിച്ചുള്ളത്. ഇപ്പൊ നളരും കഥയാണ് ആദ്യം കളിക്കുന്നത് വെച്ചാൽ നളന്റെ പുറപ്പാട്. ഇപ്പൊ സന്താനോപാലാണ് എന്ന് വെച്ചാൽ കൃഷ്ണന്റെ പുറപ്പാട്. അങ്ങനെയൊക്കെയാണ് സാധാരണ നിശ്ചയിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ സാധാരണഗതിയിൽ എപ്പോഴും മുടി വെച്ചുള്ള വിശ്വാസമാണ് അധികം പതിവ്. ഇതിന് പുറം പകുതി പുറപ്പാട് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് 4 മുടി വെച്ചുകൊണ്ട് അടുത്ത കാലത്ത്, അതായത് അത് കലാമണ്ഡലത്തിൽ കടമ്പൂർ ഗോപാലൻ നാരാശൻ പ്രാശാനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു നൃത്തരൂപമാണ്. പുറപ്പാടില് കുറച്ചും കൂടിയും ഈ നൃത്തത്തിനും നൃത്യത്തിനും നാട്യത്തിനും മൂന്നിനും പ്രാധാന്യം ഉള്ളതായിട്ട് അങ്ങനെ പറയാതെ. പക്ഷേ നാട്യം എന്ന് പറഞ്ഞാൽ ഈ ചിരിച്ചു പിരികളൊക്കെ അത്ര ഉള്ളൂ. പുറപ്പാട് മുഴുവൻ എടുക്കുന്ന അതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് മറ്റൊരു ഭാവങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. സാധാരണ ശൃംഗാര ഭാവമാണ് പുറപ്പാടിന്. സാധാരണ ഈ പുറപ്പാടില് 1, 2, 3, 4 നോക്കുകൾ ഇങ്ങനെ ഇതായിട്ടുണ്ടല്ലോ. ഇന്നിപ്പോ അത് അരങ്ങത്ത് തീരെയും അത് 4 പതിവില്ല. 1, 4 നോക്കുകൾ തന്നെ അതന്നെ കഷ്ടിയായി കൊണ്ട് അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. എന്തായിരിക്കാം ഒരുപക്ഷെ അത് അങ്ങനെ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്? ഒന്നാമത് ഇപ്പൊ ഈ കളിക്ക് മുമ്പ് ഒരു കഥ കളിക്കുക, തോടയം കഴിഞ്ഞാൽ പുറപ്പാട്. ആ കഥയിലത്തെ പുറപ്പാട് വേഷം ഏതാന്ന് വെച്ചാൽ, പ്രധാന വേഷം ഏതാന്ന് വെച്ചാൽ അതിന്റെ പുറപ്പാട് ഒരു കഥ. ഇന്നിപ്പോ 3, 4, 5 കഥകളാണ് വയ്ക്കുന്നത് ഓരോ ഭാഗങ്ങളായിട്ട്. ഇൻസ്റ്റന്റ് കഥകളിയായപ്പോൾ അപ്പൊ അതിന് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പോവാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം 10 മണിക്ക് വിളക്ക് വെച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് തോടയത്തിനും പുറപ്പാടിനും സമയം കിട്ടില്ല. ഇല്ല. മുമ്പൊക്കെ ഒരു കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒന്നാം ദിവസം കളിക്കുക, ഒന്നാം ദിവസം മാത്രം ആവുമ്പോ ധാരാളം സമയം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ തോടയവും പുറപ്പാടും ഒക്കെ പോലെയാണ് പോകും. പിന്നെ എല്ലാ തോടയം കഴിഞ്ഞാല് പുറപ്പാടില് വളരെ പതിഞ്ഞ ആദ്യത്തെ 3 നോക്കുകള് പതിഞ്ഞ ചെമ്പടയിലാണ്. അത് കഴിഞ്ഞാൽ 4ാമത്തെ നോക്ക് മുതൽക്ക് കാലത്തിന് മാറ്റം വരും. കുറച്ചുകൂടി ദ്രുത കാലത്തിലേക്ക്. പിന്നെ 16ലേക്ക് വരും. അതിന്റെ ശേഷം പിന്നെ അടന്ത, ചമ്പ, പഞ്ചാരി വരുന്നുണ്ട്. എല്ലാ താളങ്ങളും മിക്കവാറും വരുന്നുണ്ട്. തോടയത്തിൽ അങ്ങനെ എല്ലാ താളങ്ങളും വരും. കുട്ടിക്ക് തോടയത്തിന് പഠിച്ചു കഴിഞ്ഞാൽ താളങ്ങളെ സംബന്ധിച്ച് ഒരു ബോധം ഏകദേശം ധാരണ കിട്ടും. സാധാരണ ഇപ്പം തോടയവും പുറപ്പാടും അഭ്യസിക്കുന്നതിന് എത്ര സമയം എടുക്കും? സാധാരണ ഇതിൽ പഠിക്കാൻ താല്പര്യം ഒരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ ഒരു 5-6 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് എന്ന് വെച്ചാൽ പിന്നെ വൃത്തിയാക്കല് ക്രമത്തിലേ വരുള്ളൂ. ആ സമ്പ്രദായം മനസ്സിലാക്കാൻ കഴിയും, എടുക്കാൻ കഴിയുന്ന. പിന്നെ വൃത്തിയാക്കല് ക്രമത്തിലേ പതുക്കെ പറ്റുള്ളൂ. താളത്തിലും മേളത്തിലും ആ കുട്ടിക്ക് പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പം കലാമണ്ഡലത്തിലോ അല്ലെങ്കിൽ സദനത്തിലോ കോട്ടക്കിലോ ഒക്കെ അഭ്യസിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ മുഴുവൻ സമയവും ഈ കഥകളിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച പോലെയാണല്ലോ. അതല്ലാതെ ഇപ്പം ഇന്ന് മറ്റ് മെയിൻ സ്ട്രീം, അതായത് ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്നു അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കഥകളി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പുറപ്പാട് 1, 2, 4, 3 നോക്കുകൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ആശാൻ കാണുന്നത്? തോടും പുറപ്പാടും പഠിച്ച കുട്ടിക്ക്
താളങ്ങളെ സംബന്ധിച്ച് പൊതുവിലൊരു ധാരണ. ധാരണ കിട്ടും. അതൊരു നല്ല കാര്യമാണ്. ഉം, ഉം. പിന്നെ ഈ പുറപ്പാട് പിടിച്ച കുട്ടിക്ക് അതിൻ്റെ ചലനങ്ങളെ സംബന്ധിച്ചും ഒരു ബോധം ഉണ്ടാവും. ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാച്ചാലും പദങ്ങൾ ഉറപ്പിക്കാം പറ്റാനായിട്ടല്ല, അല്ല. പക്ഷേ കൂടുതൽ അനുഭവം ഉണ്ടാക്കി തീർക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ ആ നിലയ്ക്കാണല്ലോ പഠിപ്പിച്ചു വരികയും ചെയ്തിട്ടുള്ളൂ. അതെ. അല്ലാണ്ട് മറ്റൊരു തരത്തിൽ ഈ പദങ്ങൾ മാത്രമായിട്ട് വേണ്ടിയൊന്നുമില്ല. ഇല്ല. ബേസിക്കായിട്ട് തോടയം പുറപ്പാട് അങ്ങനെ മുതൽക്ക് അതിൻ്റെ പുറമെ തന്നെ ഒരു കുട്ടിക്ക് ഈ തോടയം പഠിക്കുന്നതോടുകൂടി തന്നെ ഇത് കോഴ്സ് കഴിയുന്നവരെ വേണം. ഉം. ഇളകിയാട്ടം എല്ലാ ദിവസവും കലാമണ്ഡലത്തിലാണെങ്കിൽ എല്ലാ ദിവസവും തോടയും പുറപ്പാടും ഉണ്ടാവാറുണ്ട്. നിർബന്ധമായിട്ടും ഉണ്ടാവും. ചൊല്ലിയാട്ടത്തിന് ചൊല്ലിയാട്ടുണ്ടാവും. ഉം. അതിൻ്റെ പുറമെ തന്നെ ഈ ഇളകിയാട്ടം ചുരുപ്പുകളെന്ന് പറഞ്ഞാൽ അപ്പൊ ഇളകിയാട്ടം തന്നെ ഈ പിന്നെ പിഴവുകളൊക്കെ വളരെ കേട് തീർന്ന അല്ലെങ്കിൽ കറ തീർന്ന എടുക്കണമെങ്കിൽ ഇതൊക്കെ അടിയുറച്ചിട്ട് മനസ്സിലാക്കണം. അതിന് ഈ ചൊല്ലിയാട്ടം വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഈ ഇളകിയാട്ടം എന്ന് പറഞ്ഞാൽ ഇളകിയാട്ടത്തിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ഈ പദം കഴിഞ്ഞ് ആടുന്നതിന് ഇളകിയാട്ടം എന്ന് പറയും കഥകളിയിൽ. മനോധർമ്മം അതിന് ഇളകിയാട്ടം എന്ന് പറയാറുണ്ട്. അല്ലാതെ നമ്മളുടെ കളരിച്ചിട്ടയിലുള്ള ഇളകിയാട്ടം അതല്ല. ഈ മുദ്രകൾ 8 വിധത്തിൽ കാണിക്കും. ഈ 8 വിധത്തിൽ മുദ്രകൾ പ്രത്യേകം എടുത്ത് ഉറപ്പിക്കണേനാണ് ഇളകിയാട്ടം എന്ന് പറയുന്നത്. പറയുക. അത് കുട്ടികൾക്ക് ഈ കോഴ്സ് കഴിയുന്ന വരും ഈ ചൊല്ലിയാട്ടക്കാലം തുടങ്ങുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഇത് ഈ ചുഴുപ്പും ഇളകിയാട്ടമാണ് ആദ്യം എടുപ്പിക്കുക. അതിന് ശേഷം ചൊല്ലിയാട്ടം തുടങ്ങുള്ളൂ. ഏതായാലും വളരെ നന്ദി.